നമ്മുടെ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. കാണുന്ന സമയത്ത് നമുക്ക് പഠിക്കാനൊക്കെ തോന്നാതെ സ്കിപ്പ് അടിക്കാൻ തോന്നുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും. കാരണം എന്താ, കുറേ കണ്ടന്റ് ആണ് അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. പക്ഷെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഓരോ കണ്ടന്റും എന്താണ് എന്ന് റിയൽ ലൈഫിലെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. നമ്മൾ ഒന്നെന്ന് കരുതുന്ന അല്ലെ, ഒരേ കാര്യമാണെന്ന് കരുതുന്ന രണ്ട് ടോപ്പിക്സ് ആണ്, അത് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ എന്താണ് കമ്പാരിസൺ ആയിട്ട് ചോദിക്കുന്ന 2 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ടോപ്പിക്? റിക്രൂട്ട്മെന്റ് വേഴ്സസ് സെലക്ഷൻ അല്ലെ. നമ്മളെ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ സ്റ്റാഫിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാറിപ്പോകുന്ന 2 പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ സെറ്റ് ആക്കാം അല്ലേ. യെസ്, അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്താണ് റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. നമ്മളിപ്പം പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ഏത് ഫീൽഡാണോ ആ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലേക്കും നമ്മളെ CV അയച്ചിടും അല്ലേ. ഒന്നുകിൽ മെയിൽ അയക്കും, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, കമ്പനീസിൽ കൊണ്ട് കൊടുക്കും അല്ലെ, ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ട് കൊടുക്കും. അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഈ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് ഇന്ന കമ്പനിയിൽ എന്തുണ്ട്, ഈ നമ്മൾ അന്വേഷിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു ജോബ് വേക്കൻസി ഉണ്ട്, ജോബ് പൊസിഷൻസിൽ ഒഴിവുണ്ട് എന്നുള്ള ന്യൂസ് പേപ്പറിലോ അതുപോലെ തന്നെ വേറെ എവിടുന്നോ നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ അറിഞ്ഞ് നമ്മൾ അവിടേക്ക് എന്തിനു പോകാറുണ്ട്, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ തന്നെ എന്തുണ്ട്, സെലക്ഷൻ പ്രോസസ്സും ഉണ്ട്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും ഉണ്ട്. സോ നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ജോബ് പൊസിഷൻസിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് അവരെ എന്ത് ചെയ്യാണ്, ആ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജോലി നമ്മൾ പരസ്യമൊക്കെ കാണാറുണ്ട് പത്രത്തിൽ അല്ലേ, അതെന്താണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. അങ്ങനെ എന്ത് ചെയ്യും, ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, ആ ഹയറിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ CV അയക്കും, അല്ലെങ്കിൽ നേരെ എന്താണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോകും അല്ലേ. അവിടെ വെച്ച് എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാകും. ആ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ആ ഒരു വേക്കൻസിയിലേക്ക്, ആ ഒരു ജോബ് പൊസിഷനിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ ചൂസ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് അട്രാക്ടിങ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരു ജോബ് പൊസിഷനിലേക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക, അവരെന്ത് ചെയ്യാണ് ആ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെലക്ഷനോ പ്രോസസ് ഓഫ് ചൂസിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ് ഫ്രം ദ അപ്ലിക്കൻസ്, ഒരുപാട് എന്തുണ്ടായിരിക്കും, അപ്ലിക്കേഷൻസ് വരും അല്ലേ. അതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒന്നെന്ന് കരുതുന്ന 2 സംഭവങ്ങളാണ് റിക്രൂട്ട്മെന്റും സെലക്ഷനും. ഓക്കെ, അപ്പോൾ പത്രത്തിലൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് അല്ലേ. യെസ്, ഇനി റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എൻകറേജ് മോർ പീപ്പിൾ ടു അപ്ലൈ. നമ്മളിങ്ങനെ ഒരു പേപ്പറിലൊക്കെ ന്യൂസ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ പത്രം ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഒരു 3-4 പേജ്, 3-ാമത്തെയോ 4-ാമത്തെ പേജിൽ കുഞ്ഞതായിട്ടൊക്കെ ആയിട്ട് നമ്മൾ കാണാം അല്ലേ, ഇന്ന ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കാണും, നമ്മൾ വിചാരിക്കും ചെറിയ പത്രക്കെട്ടാണ്, ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എവിടേക്ക് പോകുമ്പോഴാണ്, ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് നാട്ടിലില്ലാത്ത ജനങ്ങളൊന്നും എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും റീച്ചാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ കിട്ടുന്നത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലോ ഒന്നോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർക്കേ ജോലി കിട്ടുള്ളൂ. അതാണ് എലിമിനേറ്റ്സ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ റിക്രൂട്ട്മെന്റിനെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കാണാം അല്ലെ, ഒരു പോസിറ്റീവ് പ്രോസസ്സായിട്ട് കാണാം. സെലക്ഷൻ എന്താണ്, ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, രണ്ടും. അപ്പം മനസ്സിലാക്കുക, ഒന്ന് പോസിറ്റീവ് പ്രോസസ് ആണെങ്കിൽ മറ്റൊന്ന് എന്താണ്, നെഗറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം അല്ലേ. റിക്രൂട്ട്മെന്റിനെ എന്തുകൊണ്ടാണ് പോസിറ്റീവ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്, അതുപോലെ തന്നെ സെലക്ഷനെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. യെസ്, മീനിങ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫൈൻഡിങ് ആൻ
എൻകറേജിങ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാണ്, കാൻഡിഡേറ്റ്സിനെ ഫൈൻഡ് ചെയ്യാണ്, അവരെ എൻകറേജ് ചെയ്യാണ്, അവരെ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാണ്. സെലക്ഷനോ ചൂസിങ് ബെസ്റ്റ് കാൻഡിഡേറ്റ്, ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാണ്, ഇത്രയും ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാണ്. യെസ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്, സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. എന്താണ് ആദ്യം നടക്കുന്ന പ്രോസസ്? റിക്രൂട്ട്മെന്റ്. അത് തെറ്റിപ്പോകരുത് കേട്ടോ. ആദ്യം റിക്രൂട്ട്മെന്റ് നടന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കംസ് ആഫ്റ്റർ റിക്രൂട്ട്മെന്റ്. നെക്സ്റ്റ് വൺ, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കുറഞ്ഞ പ്രോസസ്സാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അഡ്വർടൈസ്മെന്റ്സ് കൊടുത്താൽ മതി അല്ലേ. എന്നാൽ സെലക്ഷന്റെ കേസിലോ യെസ്, മോർ കോസ്റ്റ്ലി ആണ്. അവിടെ ഇന്റർവ്യൂസും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. റിസൾട്ട് എന്താണ്? പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരുപാട് കാൻഡിഡേറ്റ്സിനെയാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ കിട്ടുന്നത്. സെലക്ഷൻ എന്താണ്? ആക്ച്വൽ ജോബ് ഓഫർ, അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സെലക്ഷൻ ചൂസിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു വെക്കുക. ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. താങ്ക്